ചിലർക്കിത് വെറും ഒരു കളിയാണ്, ചിലർക്കിതൊരു ടീമാണ്. എന്നാൽ ചിന്നസ്വാമിയിലെ ഗ്യാലറികൾക്കും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർക്കും RCB എന്നത് വെറുമൊരു പേരല്ല, അതൊരു വികാരമാണ്. 18 വർഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചുവരുകളിൽ ആ പരിഹാസം മുഴങ്ങിക്കൊണ്ടിരുന്നു. കപ്പില്ലാത്ത ടീം, 2009 കയ്യകലെ നഷ്ടമായ കിരീടം, 2011 നിരാശ, ഒടുവിൽ 2016 973 റൺസ് എന്ന അമാനുഷിക റെക്കോർഡ് വിരാട് കുറിച്ചിട്ടും കണ്ണീരോടെ മടങ്ങേണ്ടി വന്ന ആ ഫൈനൽ. ആരാധകർക്ക് അതൊക്കെയും ഒരു തീരാ സ്വപ്നമായിരുന്നു. പക്ഷെ ആ ചുവപ്പ് ജേഴ്സി അണിഞ്ഞ് നെഞ്ചിൽ കത്തുന്ന വീര്യവുമായി അദ്ദേഹം അവിടെ തന്നെ നിന്നു. ഓരോ വീഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തനായി എഴുന്നേൽക്കുന്ന വിരാട് കോഹ്ലി എന്ന വിശ്വരൂപം. ഒടുവിൽ കാലം കാത്തുവെച്ച ആ ചരിത്ര നിമിഷം പിറന്നു. 2025 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്, IPLന്റെ 18ാം സീസൺ, നെഞ്ചിലെ ആ മാന്ത്രിക നമ്പർ 18 വിധിയെ പോലും തിരുത്തി കുറിച്ചുകൊണ്ട് വിരാട് കോഹ്ലി ആ IPL കിരീടം വാനിലേക്ക് ഉയർത്തി. സ്റ്റേഡിയത്തിന്റെ ഓരോ കോണിലും കോഹ്ലി കോഹ്ലി എന്ന മന്ത്രം മുഴങ്ങിക്കേട്ടു. അത് വെറുമൊരു ആഘോഷമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായുള്ള പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും തന്റെ ബാറ്റ് കൊണ്ട് അദ്ദേഹം നൽകിയ മാരകമായ മറുപടിയായിരുന്നു. വിയർപ്പും രക്തവും കണ്ണീരും കൊണ്ടെഴുതിയ ആ വിജയഗാഥ ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമായിരുന്നു. കപ്പില്ലാത്ത രാജാവ് എന്ന വിളിപ്പേര് ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞ് അദ്ദേഹം ചക്രവർത്തിയായി മാറി. ആവേശത്തിന്റെ ആ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. ഇപ്പോൾ 2026 കിരീടം കാക്കുന്ന പോരാളികളായി, ഡിഫൻസ് ചാമ്പ്യൻസ് എന്ന ഗൗരവത്തോടെയും ഇരട്ടി ശക്തിയോടെയും RCB വീണ്ടും കളി മൈതാനത്തേക്ക് വരികയാണ്. ഇത് വെറുമൊരു കളിയല്ല, ചക്രവർത്തിയുടെ ജൈത്രയാത്രയാണ്. രണ്ടാമത്തെ കപ്പിനായി കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ചരിത്രം തിരുത്തിയെഴുതിയ ആ 18ാം നമ്പർ ജേഴ്സിക്കാരൻ വീണ്ടും ക്രീസിലേക്ക് നടന്നു വരുമ്പോൾ ഗ്യാലറികൾ ഒന്നടങ്കം ആർത്തു വിളിക്കും. ഭയമില്ലാത്ത, തോൽവി അറിയാത്ത RCBയുടെ പുതിയ യുഗം. കിരീടം നിലനിർത്താൻ, സാമ്രാജ്യം വിപുലമാക്കാൻ ആ ചുവന്ന സൈന്യമിത വീണ്ടും വരുന്നു. ആ 18ാം നമ്പർ ജേഴ്സിയിൽ വിരാട് കോഹ്ലി എന്ന വിശ്വരൂപം വീണ്ടും അവതരിക്കുമ്പോൾ എതിരാളികൾക്ക് മുന്നറിയിപ്പ് ഒന്നേയുള്ളൂ, ഇത് പഴയ കണക്കുകൾ തീർക്കാനല്ല, പുതിയ ചരിത്രം കുറിക്കാനാണ്. ഇനി ഈ സാമ്രാജ്യം കോഹ്ലിക്ക് സ്വന്തം.